ഇന്ന് പോംപോം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫ്ലോർ മാറ്റാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് നോക്കാം. മെയിനായിട്ട് വൂളൻ ത്രെഡ് വേണം, പിന്നെ സിസേഴ്സ് വേണം, പിന്നെ ഇതുപോലെ നമുക്ക് വൂളൻ ത്രെഡ് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലുള്ള എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസോ എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കാം. അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ വൂളൻ ത്രെഡ് ഇങ്ങനെ നീളത്തിൽ ചുറ്റാം. എത്ര ചുറ്റുന്നോ അത്രയും കട്ടിയുണ്ടാവും പോംപോമിന്. അപ്പോൾ ഞാനിതിൽ കുറച്ചൊരു 50 ചുറ്റൊക്കെ ചുറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇത് പതുക്കെ അഴിച്ചെടുക്കുക. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കുഞ്ഞ് ചെറിയ പീസുകൾ വേണം, അത് കട്ട് ചെയ്തെടുക്കാം. ഇതിന്ന് സെയിം കളറിന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് നീളത്തിൽ വെച്ചിട്ട് ഓരോ പീസ് എടുത്തിട്ട് ഇടയിൽ ഇങ്ങനെ കെട്ടാം. 2-3 കെട്ടിടാം. 2 കെട്ടിട്ടാൽ മതി, പിന്നെ അഴിഞ്ഞ് വരില്ല. ത്രെഡ് ആയതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ കാണാം, ഈ പോംപോം ഉപയോഗിച്ചിട്ടുള്ള നിറയെ വീഡിയോസും ക്രാഫ്റ്റ് വർക്ക്സ് എല്ലാം വേറെ നിറയെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാളത്തിലൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു പോംപോം വെച്ചിട്ടുള്ള ഒരു ഫ്ലോർ മാറ്റ് അല്ലെങ്കിൽ നമുക്ക് വാൾ ഡെക്കറേഷൻ ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുഷ്യൻ്റെ കവറിലെല്ലാം നമുക്ക് ഈ പോംപോം ഇതേപോലെ തന്നെ ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് മലയാളം ചാനലൊന്നും കാണാത്തത് കൊണ്ടാണ് ജസ്റ്റ് ഇതൊന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞു. ഒരു 6-7 കെട്ടൊക്കെയാണ് നമ്മൾ ഈ സൈസിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ലോണം ചേർത്തിട്ടില്ല, ഒരു മീഡിയം സൈസ് ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഞാൻ കെട്ടിയിട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്കിങ്ങനെ ഇടയിൽ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. പിന്നെ അറ്റത്ത് വരുന്നത് മാത്രം നമുക്ക് തനിയെ ഒരു സൈഡ് കട്ട് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പോംപോം ഒന്നിങ്ങനെ കയ്യിൽ ഉരുട്ടിയിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പ് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ ചുറ്റിയത് ഇങ്ങനെ കുഞ്ഞു പീസുകൾ ഓൾറെഡി നിരത്തി വെക്കുക. ഒരേ ഡിസ്റ്റൻസിൽ വെച്ച ശേഷം അതിന് മുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ചുറ്റിയിട്ട് വെച്ചിട്ട് കെട്ടിടുകയാണെങ്കിലും നമുക്ക് അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് എല്ലാം കെട്ടിട്ട ശേഷം നമുക്ക് ഈ അറ്റത്തെ ആദ്യം കട്ട് ചെയ്യും. അതായത് 2 അറ്റത്തുള്ള ഈ ചുറ്റി വെക്കുന്ന ഭാഗത്തുണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ അടുപ്പിച്ച് കെട്ടിയിട്ടുണ്ട്. ഇത്ര നേരം കെട്ടിയതിനേക്കാൾ കൂടുതൽ കെട്ടിയതിൽ വരുന്നുണ്ട്. അപ്പോൾ പോംപോം നല്ല ചെറുതായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ചിങ്ങനെ നീളത്തിലിരിക്കുന്നതായിരിക്കും ചവിട്ടിക്കൊക്കെ നല്ലത്. കാരണം നമ്മൾ ജ്വല്ലറി മേക്കിംഗ് ആണെങ്കിൽ കുഞ്ഞു നല്ല ബോളായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ പോംപോം മതി. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പാക്കി ഉരുട്ടി ഭംഗിയാക്കി എടുക്കുകയൊന്നും വേണ്ട, കുറച്ച് റഫായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പോംപോംസ് എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമുക്കിനി ഒരു ക്ലോത്തിൻ്റെ പീസാണ് വേണ്ടത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ചവിട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴയ ഒരു ബ്ലാക്ക് കളർ പാൻസ് എടുത്തിരിക്കുകയാണ്. ഏത് തുണി വേണമെങ്കിലും യൂസ് ചെയ്യാം. ജീൻസോ അല്ലെങ്കിൽ അതുപോലെ നല്ല കട്ടിയുള്ള വല്ല ടർക്കിയുടെ പീസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ചവിട്ടിക്കായതുകൊണ്ട്. അപ്പം നമ്മൾ അതിന്നൊരു വീതിയുള്ള ഒരു ഭാഗത്തു നിന്ന് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിനെ തിരിച്ച് വെച്ച് അതിൻ്റെ ഒരു സൈഡ്, അതായത് 2 ഭാഗത്തെ ജോയിൻറ്റിൻ്റെ ഒരു സൈഡുള്ള ജോയിൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ഈ പീസ് നമുക്ക് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ നമുക്ക് ഡിസൈൻ ഒന്ന് വരച്ച് വെക്കാം. അതായത് പെന്നോ പെൻസിലോ ഇതുപോലെ ചോക്ക് ഉണ്ടെങ്കിൽ ചോക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കാം. വരച്ചിട്ട് ജസ്റ്റ് ആ വരയിലൂടെ കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് കറക്റ്റ് ആ ഒരു പീസ് മാത്രം മതി. അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഡിസൈൻ ഒന്നും ചെയ്യേണ്ട, സ്ട്രെയിറ്റോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ എങ്ങനെയാണെങ്കിലും സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിന് 2 ഭാഗവും നോക്കുക. അപ്പോൾ ഈ റഫായ ഭാഗം താഴെ വരണം, കാരണം ചവിട്ടി ആയതുകൊണ്ട് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മിനുസുള്ള ഭാഗം മുകൾ ഭാഗത്ത് വരുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് പോംപോം തുന്നാം. ഞാനിവിടെ പോംപോം 6 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ചെറിയൊരു സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് തുന്നിയെടുക്കാം. അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം, ഹാൻഡ് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ പോംപോമിൻ്റെ കറക്റ്റ് നടുവിലൂടെ തന്നെ കോർക്കണം, അല്ലെങ്കിൽ അത് വിട്ട് വരും. കട്ടിയുള്ള ഭാഗത്തു കൂടെ തന്നെ അത് തുന്നി വയ്ക്കുക. അതിനുശേഷം നമ്മൾ 2ാമത്തെ കളർ വയ്ക്കുക. അതിൻ്റെ അടുത്ത് വീണ്ടും ഇതുപോലെ മുകളിലോട്ട് എടുത്ത് താഴോട്ട് വീണ്ടും എടുത്ത് തുന്നി ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് അടുത്ത കളർ വയ്ക്കും. ഇതുപോലെ കംപ്ലീറ്റ് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് ഇതിങ്ങനെ ഇരിക്കും. നമ്മൾ ഒന്നൊന്ന് അടുത്തോട്ട് പോകുന്നതിൻ്റെ നൂലെല്ലാം പുറകിൽ കാണും.
അപ്പോൾ നെക്സ്റ്റ് ഓറഞ്ച്, പിന്നെ ഗ്രീൻ, അങ്ങനെ 6 കളർ പോംപോംസ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഈ 6 കളറും നമ്മളിങ്ങനെ ഒരു ഓർഡറിൽ വെക്കാം. അല്ലെങ്കിൽ അത് ഒരു ലെയർ കംപ്ലീറ്റ് ഒരു കളർ യൂസ് ചെയ്താൽ അടുത്ത ലെയർ നമുക്ക് വേറെ കളർ യൂസ് ചെയ്യാം. അതിനിപ്പോൾ നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് തുന്നിക്കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഉള്ളിലിട്ട് രണ്ടാമത്തെ ലെയറും നമുക്ക് തുന്നാം. ഇപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ തുന്നാം. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ലെയർ നമ്മളിതപ്പോൾ തുന്നിക്കഴിഞ്ഞു. അപ്പോൾ ഇത് മിക്സ് ആയിട്ടാണ് കളേഴ്സ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ കളർ പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നടുവിൽ മാത്രം നമുക്ക് റെഡ് യൂസ് ചെയ്യാം, എന്നിട്ട് ചുറ്റും ഇതുപോലെ മിക്സ് ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ മുഴുവനും മിക്സ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചവിട്ടി, അതായത് പോംപോം ഉപയോഗിച്ചിട്ടുള്ള കളർഫുൾ അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചവിട്ടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ ഇരിക്കും, കാണാൻ വൃത്തിയൊന്നുമില്ല, നമ്മുടെ തുന്നിയ നൂലെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണരുത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പീസും കൂടി തുണി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് അരിയിൽ കൂടി ഒന്ന് തുന്നി വിട്ടാലും മതി. അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു തുണി ഒരു പീസ് അതിൻ്റെ പുറകിൽ ഒട്ടിച്ചാലും മതി. അപ്പോൾ സ്ലിപ്പാവില്ല, കുറച്ച് കട്ടിയും കിട്ടും. അപ്പോൾ നമ്മുടെ പോംപോം ചവിട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചവിട്ടിയായിട്ട് തന്നെ യൂസ് ചെയ്യുന്നൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ടേബിളിൻ്റെ മേലെ ഭംഗിക്ക് ഫ്ലവർ വേസിൻ്റെ അടിയിൽ വെക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.